കൽപ്പാത്തി ശിവക്ഷേത്രത്തിൽ മെയ് 21 മുതൽ 25 വരെ നടക്കുന്ന മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി 17 മുതൽ 20 വരെ നടക്കുന്ന പൂർവാംഗ പ്രായശ്ചിത്ത പൂജകൾ ആരംഭിച്ചു. ആദ്യ ദിവസമായ ഞായറാഴ്ച പൂർവാംഗ പൂജകളുടെ ഭാഗമായി അഷ്ടദ്രവ്യ ഗണപതി ഹോമം, രക്ഷോഹന ഹോമം, നവഗ്രഹോമം, വാസ്തുശാന്തി, സിംഹിത ഹോമം, ഗ്രാമശാന്തി, ഭൂമിജല പൂജകൾ എന്നിവ നടന്നു. നവീകരിച്ച ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലാണ് പൂജകൾ. ഇരുപത്തിയഞ്ചിന് രാവിലെ 6:30-നും 7-നും ഇടയ്ക്കാണ് മഹാകുംഭാഭിഷേകം. 18 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭാഭിഷേക യജ്ഞത്തിന്റെ നിർവഹണം ഭംഗിയായി നിറവേറ്റുമെന്ന ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി VK സുജിത് കുമാർ വർമ്മ, സമിതി ഭാരവാഹികളായ KS കൃഷ്ണ, CS മഹേഷ് കൃഷ്ണൻ, CV രാമനാഥൻ എന്നിവർ പറഞ്ഞു. 18 വർഷത്തിന് ശേഷമാണ് ഈ മഹാകുംഭാഭിഷേക മഹായജ്ഞം ഇവിടെ നടക്കുന്നത്. ഭാരതദേശത്തിലെ വിവിധ പ്രദേശത്തു നിന്നുള്ള 100ഓളം ശിവാചാര്യന്മാർ, വേദപണ്ഡിതരൊക്കെ ഇവിടെ വന്ന് വേദ, ഇതിഹാസ, പുരാണ, ആഗമശാസ്ത്രപ്രകാരമുള്ള പൂജാ വിധികളൊക്കെ ഇവിടെ അനുഷ്ഠിച്ച് സർവഭക്തജനങ്ങൾക്കും ക്ഷേമം ലഭിക്കുന്ന വിധത്തിലുള്ള പൂജാക്രമങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ 5 ദിവസവും 8 കാലങ്ങളിലായി അഷ്ടകാല പൂജ എന്ന വിധത്തിൽ 21-ന് ആരംഭിച്ച് 25-നാണ് പൂർത്തിയായിരിക്കുന്നത്. 25-ന് രാവിലെ 6 മണിക്കും 7 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് മഹാകുംഭാഭിഷേകം നടക്കുന്നത്. തുടർന്ന് ദീപാരാധന, കല്യാണോത്സവമൊക്കെ ഉണ്ട്. ഈ മഹാകുംഭാഭിഷേകം നടക്കുന്ന 5 ദിവസവും ഭക്തജനങ്ങൾക്ക് വേണ്ടി അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. നൃത്തസംഗീത ഉപാസന കഴിഞ്ഞ 15 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണം വരുന്ന 19-ന് പൂർത്തീകരിക്കും. ബ്രഹ്മശ്രീ സുന്ദർകുമാർ അവരുടെ ശിവമഹിമ എന്നുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 ദിവസം ഉപന്യാസം നടന്നു. അങ്ങനെ ഭക്തജനങ്ങൾക്ക് അവരുടെ ഭക്തി സംവർദ്ധകമായിട്ടുള്ള പൂജാക്രമങ്ങളാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്. കാശിയിൽ നിന്നും കൊണ്ടുവന്ന ബാണലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും എല്ലാ പൂജകളും ആരാധനയൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 700 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ് ദേശങ്ങളിൽ നിന്നും പാലക്കാട് ചുരം താണ്ടിയെത്തിയ വേദപണ്ഡിതരെയും മറ്റു തൊഴിൽ വിഭാഗങ്ങളെയും പാലക്കാട് രാജവംശം സ്വീകരിച്ച് ജീവിത സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയ സ്ഥലമാണ് കൽപ്പാത്തി. UTV ന്യൂസ്, പാലക്കാട്.